അമ്മാവ വിളിച്ചു എന്ന് പറഞ്ഞു. ആ വിളിച്ചു. തന്റെ ചങ്ങാതി ഒരുത്തൻ വന്നിട്ട് പോയോ? പോയില്ല. എന്താ അയാൾക്ക് പെട്ടെന്ന് പോകാൻ തോന്നണില്ല അത്രേ. അത് ശരിയല്ല. പ്രായമായ പെൺകുട്ടികളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കാര്യവും ഇല്ലാണ്ട് ചെറുപ്പക്കാരൻ ഇങ്ങനെ ചുറ്റിത്തിരിയണത് എനിക്കിഷ്ടമല്ല. ആരോട് പോകാൻ പറയൂ. അല്ല മാമേ, അയാൾ കുഴപ്പക്കാരനല്ല. നേരും നെറിയുള്ള ശുദ്ധ. വിശദീകരണം ഒന്നും വേണ്ട. 2 ദിവസം താമസിക്കണം, എല്ലാം ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞു, സമ്മതിച്ചു. ഇനിയിപ്പോ എന്താ? അല്ല അയാള് തനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ മേനൻ പറയും. എന്താ? ഒരു വാക്കും കൂടെ കിട്ടിയാ മതി. പടിക്ക് പുറത്തിറക്കണ കാര്യം ഞാൻ ഏറ്റു. അത് വേണ്ട, ഞാൻ പറഞ്ഞോളാം. എടോ, എന്താണ് തന്റെ പ്ലാൻ? തന്നെ പോലെ ഒരു കഴുതിയെ വിഡ്ഢിവേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് എന്നെ വേണം തല്ലാൻ. ഒരുമാതിരി ചെറ്റത്തരം പറയരുത്. അനന്തൻ നമ്പൂതിരിയാകാൻ പറഞ്ഞു ആയി. നല്ല മാന്യമായിട്ട് പെരുമാറണം, ഡീസന്റ് ആയിട്ട് തോന്നണം എന്ന് വേണ്ട. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൗർബല്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ അടുക്കണമായിരുന്നു. താൻ അവിടെ ഇവിടെയും വായിൽ നോക്കി ഒട്ടിപ്പിടിക്കണമായിരുന്നു. ഒട്ടിപ്പിടിക്കാൻ ഞാൻ എന്താ ഫെവിക്കോൾ ആണോ? ഫെവിക്കോൾ ആവണമായിരുന്നു. ഇനി നോക്കാം. ഇനി നോക്കാൻ തന്നെ പിടിച്ച് കഴുത്തെ പിടിച്ച് പുറത്തേക്ക് ഉള്ളതിന് മുമ്പ് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇറങ്ങിക്കോ. അതെ, ഞാൻ ചെറിയൊരു നമ്പർ ഇട്ട് നോക്കിയാലോ? എന്ത് നമ്പർ? ക്ഷമിക്കണം, പുറപ്പെടാൻ തയ്യാറായി. അങ്ങയുടെ മുന്നിൽ പാടണമെന്നൊരാശയുണ്ടായിരുന്നു. അതിന് അനുവാദം ഉണ്ടായില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് മാപ്പാക്കണം. ആരാണ് ഗുരു? അങ്ങനെ ആരുമില്ല. മനസ്സിൽ അച്ഛനാണ് ഗുരു. ആരാണ് അദ്ദേഹം? പറഞ്ഞോളൂ. എവിടെയോ കേട്ടുമറന്ന ഒരു ആലാപന ശൈലി. അച്ഛൻ പ്ലാക്കുറിശി വാമദേവൻ നമ്പൂതിരി. അദ്ദേഹമാണ് എനിക്ക് സ്വരങ്ങളൊക്കെ പറഞ്ഞു തന്നത്. 5 വയസ്സിന് ശേഷം എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. നന്നായി വരും. സ്ഫുടത, ശുദ്ധി, ആഴം എല്ലാം ചേർന്ന സ്വരം. ഇത് വെച്ചോളൂ, ഒരു ചെറിയ സമ്മാനം. നാളെ രാവിലെ ഞാൻ പുറപ്പെടും. വരട്ടെ. ഇയാള് ആളിത്ര കേവനാണെന്ന് വിചാരിച്ചില്ല. എപ്പോ പുറപ്പെടണമെന്ന് നാളെ തീരുമാനിക്കാൻ പോലെ. അങ്ങയുടെ ഇഷ്ടം. ആ എങ്ങനെയുണ്ട് പാട്ട്? ഇഷ്ടായോ? ആര് പാടിയാലും എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കും ഈ കുട്ടി. കണ്ടശുദ്ധിയില്ല, സർക്കസ് കാണിച്ചു എന്നൊക്കെ. ഇതിനെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞോളൂ. कैसा लगा है भाई साहब? കമാൽ കർ ദിയ, കലക്കി. ഇനിയിപ്പോ താൻ ഇയാളുടെ മാത്രമല്ല നമ്മുടെയും സുഹൃത്താണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല. പ്ലാക്കുറിശി കൃഷ്ണൻ നമ്പൂതിരി ഇങ്ങനെ ഒരു ചെറുപ്പക്കാരെ പറ്റി ഒരു വാക്ക് പോലും പറയുണ്ടായിട്ടില്ല. മുത്തശ്ശന് എന്റെ ശരീരം തീരെ രസമല്ല. മെഴുക്ക് പുരട്ടിയത് പോലുള്ള ശബ്ദം എന്നാ പറയാറ്. ശബ്ദം പിന്നെ പാറ പോലിരിക്കണോ? സംഗീതം ശ്രവണസുഖതമായിരിക്കണം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണല്ലോ പറയാറ്. ഓ, ഇങ്ങനെ ഒരു പഴമൊഴി പറയാനും മാത്രമുള്ള സഹൃദയത്തൊക്കെ ആയോ തനിക്ക്? ഏതായാലും തിരുമേനയുടെ സൗഹൃദം കൊണ്ട് ഗുണമുണ്ട്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗന്ദര്യം. സൗന്ദര്യമല്ലടോ, സൗരഭ്യം. ഇതാ ശരിക്കുള്ളത്. എന്താ തനിക്കൊന്നും പറയാനില്ലേ? അമ്മാമ്മയുടെ മുന്നില് ഇത്തരം മണ്ടത്തരങ്ങൾ പറയാൻ എനിക്ക് പേടിയാ. മലയാള ഭാഷ രക്ഷപ്പെട്ടു. അല്ല, അപ്പൊ ഇല്ലത്തൊക്കെ എഴുതണ്ടേ? കുറച്ചു ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ആവശ്യമില്ല. പഠിപ്പൊക്കെ തീർന്നതിന് ശേഷം പ്രധാന ജോലി ഈ സർക്കിട്ട് തന്നെയാ. ഒരു പോക്ക് പോയി കഴിഞ്ഞാ പിന്നെ 2-3 മാസം കഴിഞ്ഞേ തിരിച്ച് ഇല്ലത്തെത്താറുള്ളൂ. അപ്പോ വേലി വേലി തരപ്പെട്ടില്ല. തരപ്പെട്ടില്ലന്നോ? അതെന്താ? എന്ന് പറഞ്ഞാ പറ്റില്ല. അല്ല, ഈ സംഗീതം മാത്രമേ ഉള്ളോ അതോ? അല്ല, പല വിദ്യകളും ഉണ്ട്. സംസ്കൃതം, സാഹിത്യം, കവിത. കവിതയുണ്ടോ? എന്നാലൊന്ന് നോക്കണമല്ലോ. കസ്തൂരി തിലകം
ഇത് ഒക്കെ തട്ടിക്കളഞ്ഞു. എന്നെ പിടിച്ച് ഉന്തുകയും ചെയ്തു. ആ തിരുമേനി ഉണ്ണിയല്ല എന്ന് പറഞ്ഞതിനാ. എന്റെ ഉണ്ണി വന്നില്ലേ രാധേ? വന്നു. സരസ്വതി കളവ് പറഞ്ഞതാ. ഉണ്ണിയെ ഞാൻ ഇപ്പൊ കണ്ടിട്ട് വരികയല്ലേ. എന്നിട്ട് എന്ത് പറഞ്ഞു? അവൻ ഇങ്ങോട്ട് വരുവോ? വരും. അമ്മ എണീറ്റ് കട്ടിലിരിക്കൂ. സരസ്വതി, പാല് കൊണ്ടുവരൂ. ഒരു കൂട്ടം പറയാനുണ്ട്. പ്രിയ രാധയാ, ഒരാളുടെയും കണ്ണിപ്പെടാണ്ട് എങ്ങനെ ഈ മറിഞ്ഞിരിക്കണേ? ഇതൊരു വിദ്യ തന്നെയാണ്. ചെറുപ്പത്തിലേ ഉള്ള ശീല തമ്പുരാട്ടിമാരുടെ കണ്ണിപ്പെടാണ്ട് നടന്നില്ലെങ്കിൽ ചീത്ത കേൾക്കും. ശൂദ്രച്ചിക്കുട്ടി, ദുശകുനം, അശ്രീകരം എന്നൊക്കെയാ എനിക്കിട്ടിരുന്ന പേര്. ഇപ്പോഴല്ലേ രാധയും മോളും ഒക്കെ ആയത്. ഇപ്പോ ആ പവറിൽ അങ്ങോട്ട് നടന്നൂടെ? എന്തിനത്? ഒക്കെ കള്ളസ്നേഹ കാട്ടണത്. ചിരിച്ചു കാട്ടിയാലും ഉള്ളിന്റെ ഉള്ളില് പല്ലിറുമണത് എനിക്കറിഞ്ഞൂടെ. അയ്യേ, കരയാ? പെൺകുട്ടികള് കരയണത് കണ്ട വലിയ വിഷമാ. അതും രാധ. എപ്പോഴും ചിരിക്കണ മൊഹ എനിക്കിഷ്ടം. ഒന്ന് പുഞ്ചിരിക്കൂ കാണട്ടെ. ആ, ചിരിക്കുന്നേ. എത്ര ശൈലായിരിക്കുന്നു. ഇനി പറയൂ, എന്താ ഒരു കൂട്ടം പറയാനുണ്ടെന്ന് പറഞ്ഞേ? എന്റെ അമ്മയുടെ അടുത്ത് ഒന്ന് വരുമോ? അത് അബദ്ധാവോ? അമ്മ കരുതിയിരിക്കണത് അവിടുന്ന് ഉണ്ണിയാണെന്നാണ്. നുണ പറഞ്ഞ് ഞാൻ മടുത്തു. ചോദിക്കുമ്പോ ഒക്കെ ഓരോ കാരണങ്ങൾ പറയും. നാളെ വരും, മറ്റന്നാള് വരും എന്നൊക്കെ. പാവം എന്റെ അമ്മ എത്ര നാളാന്ന് വെച്ച ആശിപ്പിക്ക. ഒന്ന് വരുന്നതിൽ വിരോധമുണ്ടോ? ഞാൻ വരാം. ഈ ഉണ്ണി എങ്ങനെ മരിച്ചേ? സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയതാ. ബസ് മറിഞ്ഞ് 7 കുട്ടികൾ മരിച്ചു. അതിലൊന്ന് ഉണ്ണിയായിരുന്നു. 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ശരീരം പോലും ഇങ്ങടേക്ക് കൊണ്ടുവന്നില്ല. ശരീരം ഒന്ന് പറയാൻ മാത്രം ബാക്കി ഉണ്ടായിരുന്നില്ല അത്രേ. മരിച്ചോന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല. കാണാണ്ടായിന്നാ പറഞ്ഞത്. അന്വേഷിക്കണുണ്ട്. ഇന്ന് വരും, നാളെ വരുമെന്ന് പറഞ്ഞ് ഒടുവിൽ അമ്മയ്ക്ക് തലയ്ക്ക് സ്ഥിരമില്ലാണ്ടായി. ആദ്യമൊക്കെ എല്ലാരെയും ഉപദ്രവിക്കുമായിരുന്നു. എന്നെ മാത്രം അമ്മ ഒന്നും നുള്ളിയിട്ട് പോലും ഇല്ല. രാധയുടെ അമ്മ പ്രസവിച്ച സ്ത്രീയെ കണ്ട് ഓർമ്മയില്ല എനിക്ക്. 1 വയസ്സുള്ളപ്പോ എന്നെ ഉപേക്ഷിച്ചു പോയതാണ് ആ സ്ത്രീ. അന്നു മുതല് തലയ്ക്ക് സ്ഥിരമില്ലാത്ത അമ്മയുടെ കൂടെ വളർന്നതാ ഞാൻ. സരസ്വതി പറയും, കുട്ടിയെ കുളിപ്പിക്കുകയും കണ്ണെഴുതിക്കുകയും ഒക്കെ ചെയ്യണ കണ്ട തമ്പ്രാട്ടിക്ക് പ്രാന്താണെന്ന് ആർക്കും തോന്നില്ല അത്രേ. എന്നെ അത്ര ഇഷ്ടാണ് എന്റെ അമ്മയ്ക്ക്. അച്ഛൻ എന്തിനാ താൻ എന്റെ കുട്ടിയെ കരയിപ്പിക്കണത്? ഏയ്, ഒന്നുമില്ല. ഉണ്ണിയെ കുറിച്ച് പറയായിരുന്നു. എന്തിനാ ആ കുട്ടി ഈ കഥകളൊക്കെ എല്ലാവരുടെയും മുമ്പിൽ എഴുന്നള്ളിക്കാൻ നടക്കണത്? ഞാൻ ചോദിക്കുകയായിരുന്നു. ആ, എന്നെ ഇന്നിനെ അങ്ങോട്ട് പോവാൻ വയ്യ. നല്ല സുഖമില്ല എന്ന് വിളിച്ചു പറഞ്ഞേക്കോ. അല്ല, ഞാൻ തെറ്റു വല്ലതും ചെയ്തതാവോ? തെറ്റ് ചെയ്തത് താനും ഞാനും ഒന്നുമല്ല, വിധിയാ. കളക്ടറുടെ റെസിഡൻസിൽ നിന്ന് ചെല്ലാന്ന് പറഞ്ഞതാ. ഇനി ഇപ്പൊ എന്താവോ? അമ്മേ, ഉണ്ണി വന്നോ? നീയെ അമ്മയുടെ അടുത്തേക്ക് വരൂ. ചങ്ങല ഇട്ടിട്ടുണ്ട്, വന്നോളൂ.
എങ്ങോട്ടേക്കാ പോയത്? ഉണ്ണി വന്നത് കണ്ടില്ലേ? ഇനി ഞാൻ ഉണ്ണിയെ എങ്ങോട്ടേക്കും വിടില്ല. എന്നെ വിട്ടു പോവരുത്. പോവോ? ഇല്ല. ഉണ്ണിക്ക് കുറെ ജോലിയുള്ളതാണ്. ജോലി ഇല്ലാത്തപ്പോഴൊക്കെ അമ്മയുടെ അടുത്ത് വന്നിരിക്കും അല്ലേ? ആ, ചുറ്റും ശത്രുക്കളുണ്ട്. മതിലകത്തുനിന്ന് ചെറിയച്ഛൻ പടം നയിക്കുന്നു എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. ചാരന്മാര് കൊട്ടാരത്തിനുള്ളില് പതുങ്ങി നിൽക്കുന്നുണ്ട്. സൂക്ഷിക്കണം കേട്ടോ. ആ. ഈ ചങ്ങല അഴിക്കട്ടെ. രാധേ, അതങ്ങ് കഴിക്കൂ. ഉണ്ണിക്ക് പേടിയാവോ? ഉണ്ണി എന്തിനാ അമ്മയെ പേടിക്കണത്? അമ്മ എന്റെ കൂടെ പുറത്തേക്ക് വരണോ? വേണ്ട, കൂട്ടം തെറ്റിപ്പോവും. അമ്മയുടെ കയ്യില് മുറുക്ക പിടിച്ചോളണം കേട്ടോ. തമ്പുരാൻ, ഒന്നിങ്ങോട്ട് വരൂ, ഒരു കാഴ്ച കാണിച്ചു തരാം. കണ്ടോ, തമ്പുരാട്ടിയുടെ ഈ നടപ്പ് കണ്ടാൽ ആരെങ്കിലും പറയോ സൂക്കേടുള്ളവരാന്ന്? ഈ മാളിക മുറിയിൽ അടച്ചുപൂട്ടിയിടുന്ന അബദ്ധം ഇപ്പൊ കണ്ടോ? അനന്തൻ നമ്പൂതിരി പരസ്യമായിട്ട് നിസ്കാരം തുടങ്ങിയോ? ദിവസവും 5 നേരവും നിസ്കരിക്കണമെന്നാ. ഇവിടെ വന്നാ പതിവൊക്കെ ആകെ തെറ്റി. വന്ന കാര്യം എത്രയും പെട്ടെന്ന് ചെയ്താ ബോംബെ തിരിച്ചു വന്നിട്ട് ഇഷ്ടം പോലെ നിസ്കരിക്കാലോ. അല്ല, കൊലപാതകം എങ്ങനെയൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക. എല്ലാരും? അപ്പൊ കുറെ ശൈത്താന്മാരുണ്ടല്ലേ ഇതിന്റെ പുറകില്? തനിക്ക് ഇത്രയും വലിയൊരു തുക തരുന്നത് പിന്നെ എങ്ങനെയാന്നാ വിചാരം? ദേ, ആ കളവനെ എത്രയും പെട്ടെന്ന് തട്ടണം. അവരെല്ലാരും അവിടെ കാത്തിരിക്കണോ? വേഗം വരാൻ പറഞ്ഞു. താൻ ചെല്ലി, ഞങ്ങൾ വന്നോളാം. ആരൊക്കെയാ ഈ കാത്തിരിക്കുന്നവര്? കാശ് മുടക്കുന്നവര്. വാ പോവാ. ആ, ഒരു മിനിറ്റ് നിൽക്കേ. ശരി, പോകാം. ഇപ്പോഴെന്തിനാണ് ഈ മാരകായുധം എടുക്കുന്നത്? അതോടെ വെച്ചേക്കൂ. ഒരു കില്ലർ എപ്പോഴും കരുതിയിരിക്കണം. ഏത് സമയത്താണ് എവിടെ നിന്നാണ് ആക്രമണം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. വരണം. ഇരിക്കൂ. വേണ്ട. കത്തിയുണ്ട് കയ്യിൽ. ഓഹോ, ആയുധങ്ങളുമായാണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ. ആയുധം എടുക്കേണ്ട സമയമായില്ലല്ലോ. ബുദ്ധി കൊണ്ടാണ് ഇവിടെ ജയിക്കേണ്ടത്. അതൊക്കെ യഥാസ്ഥാനത്തിന് സൂക്ഷിച്ചു വെച്ചോളൂ. ഉടനെ കൊല്ലണമെന്നാണ് എല്ലാവരുടെയും താല്പര്യം. വെട്ടിത്തെറിങ്ങൾക്ക് കാത് കൊടുക്കണ്ട. ആദ്യഘട്ടം ഭംഗിയായി. ഇനി ബുദ്ധിയും കൗശലവുമാണ് വേണ്ടത്. ഉദയവർമ്മയുമായി കൂടുതൽ അടുക്കണം. പള്ളിയറയിൽ വരെ ഏത് സമയത്തും കടന്നു ചെല്ലാവുന്ന രീതിയിൽ ആ ബന്ധം വളരണം. പിന്നെ എളുപ്പമാണ്. അത് ഞമ്മക്കറിയാം. പിന്നെ വധിക്കുന്നത് എന്നോട് ആലോചിച്ചിട്ട് വേണം. അത് ബുദ്ധിമുട്ടാണ്. കാരണം എന്റെ വിജയത്തിൽ മറ്റൊരാൾ പങ്കാളിയാകുന്നത് എനിക്കിഷ്ടമല്ല. ഇനി ഇത്തരം കൂടിയാലോചനകൾക്ക് വിളിച്ച് എന്റെ വിലപ്പെട്ട സമയം പാഴാക്കരുത്. നിങ്ങൾക്ക് ശ്രമിച്ചാവോ? അയാള് പോയി. ആ, ആള് ക്യാമറാണെന്ന് തോന്നുന്നു. എന്റെ ജാനകി, മുഖവുര വേണ്ട, നീ കാര്യം മാത്രം ഇങ്ങോട്ട് പറയാ. ഞങ്ങള് സൗദാമനിക്ക് ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ഏട്ടനൊന്ന് സംസാരിക്കണം. ആരാ ആള്? അനന്തൻ നമ്പൂതിരി. തിരുമേനിക്കും ഇവിടെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഒരിക്കൽ ഇവിടെ അനുമോദിച്ച് സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇഷ്ടാണെന്ന് അർത്ഥമുണ്ടോ? ഏട്ടനൊന്ന് സംസാരിച്ചു നോക്കിയാൽ. ജാനകി, വെക്കോളൂ.
ഗോപിക വസന്തം തേടി വനമായേ ഗോപിക വസന്തം തേടി നവനവ ഗോപിക വസന്തം തേടി എൻ മനമു. പാടുകയാണെങ്കിൽ സാഹിത്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ഭാവം വിടാതെ പാടൂ. അയ്യോ, ടീച്ചറെ അറിയില്ലേ? അക്കാഡമി അവാർഡ് കിട്ടിയതാ. അതുകൊണ്ട് എങ്ങനെ പാടാന്നാണോ? പാടുമ്പോ ആ ഭാവം രാധയ്ക്ക് കൃത്യമായിട്ട് കിട്ടുമോ? തിരുമേനി, ഇത് പാട്ട് കച്ചേരിയല്ല, മോഹിനിയാട്ടമാ. സാഹിത്യത്തിന്റെ ഭാവം നോക്കിയാ താളം തോന്നിയതുപോലെയാകും. ആര് പറഞ്ഞു? ശരി, ഞാനത് നോക്കട്ടെ. വസന്തം തേരി വനമാലി നവനവ ഗോപികാ വസന്തം തേരി വനമാലി എൻ മനമുരുകും വിരഹതാപമറിയാതെന്തേ ഗോപികാ വസന്തം തേരി വനമാലി. ഗോപികാ വസന്തം തേടി വനമാലി നവനവ ഗോപികാ വസന്തം തേടി വനമാലി മനമുരുകും വിരഹതാപമറിയാതെന്തേ ഗോപികാ വസന്തം തേടി വനമാലി. നീലമേഘം നെഞ്ചിലേറ്റിയ പൊൻതാരകമാണെൻ രാധ നീലമേഘം നെഞ്ചിലേറ്റിയ പൊൻതാരകമാണെൻ രാധ അഴകിൽ നിറയും അഴകാം നിൻ അഴകിൽ നിറയും അഴകാം നിൻ വ്രതഭംഗികളറിയാൻ മാത്രം ഗോപികാ വസന്തം തേടി വനമാലി. നൂറു ജന്മം നോറ്റൊരു തിരുവാ
രാധേ, ഇന്നെന്താ സന്ധ്യയ്ക്ക് ദീപം കൊളുത്താനും ദീപാരാധന തൊടാനുമുള്ള ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല? ഇനി നിന്ന് സമയം കളയാണ്ട് വേഗം ചെല്ലുക. എന്താ പറ്റിയത് ഈ കുട്ടിക്ക്? ഇതൊരു സൂചനയാ. ഊതി ഊതി പെരുപ്പിക്കാവുന്ന എന്തോ ഒന്ന് വീണ് കിട്ടിയിട്ടുണ്ട് മനസ്സില്.